രണ്ട് പരിഹാര മാർഗങ്ങളാണുള്ളത്. ഒന്ന് ഖുർആനാണ്, രണ്ട് നമസ്കാരമാണ്. ഈ സങ്കടമുള്ള വ്യക്തി എന്തിൽ നിന്ന് അകന്നു നിന്നത്? ഒന്ന് പള്ളിയിൽ നിന്ന് അകന്നു നിന്നു, ഒന്ന് ഖുർആൻ ക്ലാസ്സിൽ നിന്ന് അകന്നു നിന്നു. കാരണം എന്താ? അയാൾ പറയുന്നത്, എനിക്കൊരുപാട് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് ഉറക്കമാണ് ഏത് സമയത്തും. ഇതാണ് ഈ വ്യക്തിയുടെ പരിഹാരം, ഈ സംസാരം, പരാതി അതാണ്. അള്ളാഹു പറഞ്ഞത് രണ്ട് പരിഹാരമാണ് സങ്കടങ്ങൾക്ക്. ഒന്ന് അള്ളാഹിൻ്റെ ഖുർആനാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ഈ സബുദുപദേശം ഖുർആനെ പറ്റിയ, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനസ്സിൻ്റെ സങ്കടങ്ങൾക്കുള്ള ശിഫയാണ്. നെഞ്ചകത്തുള്ള എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കുമുള്ള ശിഫയാണ്. ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നെഞ്ചിനകത്തുള്ള എല്ലാ വിങ്ങലുകൾക്കും തേങ്ങലുകൾക്കും സങ്കടങ്ങൾക്കുമുള്ള ഷിഫയാണ് ഖുർആൻ. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള ഹുദയും റഹ്മത്തുമാണ് ഖുർആൻ. സഹോദരങ്ങളെ, ഇതൊരു അനുഭവപ്പെടലാണ്. ഒരു ഗുളികയെടുത്ത്, മരുന്നെടുത്ത് നമ്മളത് കഴിച്ച് വെള്ളം കുടിച്ചത് അനുഭവപ്പെടണം, എങ്കിലേ രോഗം മാറുള്ളൂ. അല്ലാഹ് പറയാണ് ഖുർആൻ ഷിഫയാണ്. അതിനെന്ത് വേണം? അത് ഉപയോഗിക്കണം. ഖുർആൻ എന്ന ഷിഫ എപ്പോൾ കിട്ടും? അത് ഉപയോഗിക്കണം. ഉപയോഗിക്കാതെ എനിക്ക് ഷിഫയില്ല എന്ന് പറയുന്നത് എത്രമാത്രം അർത്ഥശൂന്യമാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ, സൂറത്ത് ഇസ്രാ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെടുന്നത് മാഹുവ ഷിഫാ, ഷിഫയാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, അക്രമകാരികൾക്ക്, സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കൂല. ഇതിലേക്ക് വരാതെ പോകുന്നവർക്ക് നഷ്ടമേ ഉള്ളൂ, നഷ്ടമല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. സൂറത്ത് ഫുസ്സിലത്ത്, ഹമീം സജദ, ആ സൂറത്തിൽ അല്ലാഹ് പറയാ, ഖുൽ പറയുക, ഹുവലില്ലദീന അമനു, ഇത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഹുദൻ വശിഫാഉൻ, വീണ്ടും അല്ലാഹ് പറയാ, ഹുദയാണ്, ഷിഫയാണ്. വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാൻ, ഇതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ ചെവിയിൽ ഒരുതരം ബധിരതയാണ്. വഹുവ അലൈഹിം അമാ, അവരുടെ കണ്ണിൽ, അവരുടെ മേൽ ഒരുതരം അന്ധതയാണ്. അല്ലാഹ് പറയാ, ഉലായിക, അക്കൂട്ടർ, യുനാദൗന ഫീ മക്കാനിൻ ബഈദ് മിൻ മക്കാനിൻ ബഈദ്, ദൂരത്ത് വിളിക്കുന്ന ഒരാളെ വിളിൻ്റെ ശബ്ദം പോലെ അവർക്ക് ഖുർആനെ പറ്റി പറഞ്ഞ് ഖുർആനിലേക്ക് വിളിച്ചിട്ട് ചില ആൾക്കാർക്ക് എന്താണെന്നറിയോ, ദൂരെ നിന്ന് ഒരാൾ വിളിച്ചാൽ, ഖുർആൻ മിൻ മക്കാനിൻ ബഈദ്, ദൂരത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ കേൾക്കൂലല്ലോ, ഇനി കേട്ടാൽ തന്നെ കേൾക്കാത്തവനെ പോലെ പോകുമല്ലോ. ദൂരെ നിന്ന് എത്ര ശബ്ദത്തിൽ, എത്ര അടുത്ത് നിന്ന്, എത്ര ഗൗരവത്തിൽ, എത്ര മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ പറഞ്ഞാലും ചില ആൾക്കാർക്ക് ദൂരത്ത് കേൾക്കുന്ന ഒരു ഒച്ച പോലെയാണ് എന്ന് അല്ലാഹ് പറയാം ഖുർആനെ പറ്റി. ഖുർആൻ ഷിഫിയ എന്ന് പറഞ്ഞ അല്ലാഹ് പറയാം. എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന സഹോദരങ്ങൾ. അപ്പോൾ ഒന്ന്, സങ്കടങ്ങൾക്കുള്ള പരിഹാരം ഖുർആൻ തന്നെയാണ്. അത് ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ ആ ഖുർആൻ എടുത്ത് ഉപയോഗിക്കണം. അപ്പോൾ അത് ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യമാണ് നമസ്കാരം. എന്താണ് സങ്കടങ്ങൾക്കുള്ള പരിഹാരം? നമസ്കാരമാണ് എന്ന് പറയാൻ കാരണം, റബ്ബിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരാണ് റബ്ബ് എന്നറിയണം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായൊരു പ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്രായീൽ എന്നാണ് ആ പ്രവാചകൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വന്ന പ്രവാചകന്മാർ നിരവധിയാണ്. ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയാണ്. ആ യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. ആ പരമ്പരയിൽ വന്ന പ്രവാചകന്മാരാ ധാരാളമുള്ളത്. ആ പ്രവാചകൻ്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ സങ്കടമാണ്, മനസ്സിൻ്റെ വിഷമമാണ്. എന്താണ് അല്ലാഹ് പറഞ്ഞതെന്നറിയോ? യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ, കഥ നമുക്കറിയാം, കഥ ഞാൻ പറയുന്നില്ല. യൂസുഫ് നബിയെ സഹോദരന്മാർ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞു, ചെന്നായ പിടിച്ചു കൊണ്ടുപോയി എന്ന് വാപ്പയോട് പറഞ്ഞു. പ്രവാചകന്മാർക്ക് പോലും മറഞ്ഞ കാര്യം വൈബ് അറിയില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അള്ളാഹ് അറിയിച്ചു കൊടുക്കണം വഹിയിലൂടെ, അല്ലാതെ അറിയില്ല. യൂസുഫ് നബി യാക്കൂബിനത് വിശ്വസിച്ചു. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ പറയുമ്പോൾ, തവല്ല അൻഹും, ആ മക്കളിൽ നിന്ന് ആ വാപ്പണ്ട് മാറി നിന്നിട്ട് പറഞ്ഞു, വക്കാല യാ അസഫ അല യൂസുഫിൻ്റെ കാര്യം, എൻ്റെ പൊന്നുമോൻ്റെ കാര്യം എത്ര സങ്കടകരമാണ്. ആ സങ്കടം സഹിക്കാൻ കഴിയാതെ
അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് വബയ്യല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ, സങ്കടം കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കരഞ്ഞ് കരഞ്ഞ് കണ്ണ് വെളുത്തുപോയി. വബയ്യല്ലത്ത് ഐനാ, കണ്ണ് വെളുത്തുപോയി എന്ന് പറഞ്ഞാൽ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായിരുന്ന വാപ്പ സങ്കടപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോയി. എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ഒഹുവ കളീം, അദ്ദേഹം ദുഃഖം മുഴുവനും ഉള്ളിൽ അദ്ദേഹം ഒതുക്കി കഴിയുകയായിരുന്നു. കാലു, ഈ മക്കൾ പറഞ്ഞു, തല്ലാഹി, അള്ളാനെ തന്നെയാണ് സത്യം, തഫ്തഉ തദ്കുറു യൂസുഫ ഹത്താ തക്കൂന ഹർലൻ ഔ തക്കൂന മിൻ ഹാലിക്കിൻ. ഈ യൂസുഫിൻ്റെ ഓർമ്മയാൽ യൂസുഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് 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 താങ്കൾ തീർത്തും അവശനായി മാറും, അല്ലെങ്കിൽ താങ്കൾ മരണപ്പെട്ടു പോകും എന്ന് മക്കൾ പറഞ്ഞു. അത്രമാത്രം അവശനായി കിടന്നു പോകും വാപ്പ. കാഴ്ച പോയി, ഇനി കിടപ്പ് രോഗിയാകും. അല്ലെങ്കിൽ ഈ മകനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തദ്കുർ യൂസുഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓർത്ത് ആ മകനെ കാണാതെ ആയതിൻ്റെ സങ്കടം കാരണം നിങ്ങൾക്ക് അവശനായി പോകും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് മക്കൾ പറഞ്ഞു. കാല, അപ്പോൾ യൂസുഫ് നബി പറഞ്ഞ വാക്കുണ്ട്, യാക്കൂബ് നബി പറഞ്ഞ വാക്കുണ്ട്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാ, എൻ്റെ വേവലാതിയും വ്യസനവും സങ്കടവും അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ ബോധിപ്പിക്കുന്നത്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം. യാക്കൂബ് നബി പറയാണ്, അള്ളാഹിനെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് വഹി കിട്ടുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ ഞാൻ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത്. യാ ബനി യദ്ഹബൂ, മക്കളെ നിങ്ങളൊന്ന് പോ. ഫതഹസ്സസൂ മിൻ യൂസുഫ വാഹി, യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും രണ്ടുപേരെയും കാണാനില്ല, ആ രണ്ടുപേരെയും നിങ്ങൾ അന്വേഷിക്കണം മക്കളെ. വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിൻ്റെ ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. ഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, വിശ്വാസമില്ലാത്ത ആളുകളല്ലാതെ, വിശ്വാസം ഒട്ടുമില്ലാത്ത ആൾക്കാർക്കല്ലാതെ അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ ഒരിക്കലും നിരാശനാകാൻ കഴിയില്ല. അള്ളാഹു തരുന്ന ആശ്വാസത്തിൽ, സമാധാനത്തിൽ ഒരിക്കലും നിരാശനാകാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇത് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു പാഠമുണ്ട്. വിശ്വാസം ഇല്ലെങ്കിലേ അള്ളാഹിൻ്റെ ആശ്വാസം, സമാധാനം അതുകൊണ്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഒന്ന് ഉറങ്ങണമെങ്കിൽ കുറേ ഗുളികകൾ കഴിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത് അതുകൊണ്ടാണ്. അപ്പം അള്ളാഹിൻ്റെ മുന്നിൽ അള്ളാഹുമായിട്ടൊരു രഹസ്യ സംഭാഷണമാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടം വന്നാൽ, നബിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ, ഹൃദയത്തെ ബാധിക്കുന്ന എന്തു സംഭവിച്ചാലും റസൂലുള്ളാഹ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ആശ്വാസമാണത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിക്കും. എന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണിൻ്റെ കുളിർമ എൻ്റെ നിസ്കാരത്തിലാണ്. വല്ലാത്തൊരു കൺകുളിർമയാണ്, സമാധാനമാണ്. വകാന യഖൂൽ യാ ബിലാൽ, ബിലാലെ അരിഹിന ബിസ്സലാ എന്ന് പറഞ്ഞാൽ അഖിമിസ്സലാ അരിഹിന ബിസ്സലാ, നിസ്കരിക്കാൻ നിൽക്കുക. നിസ്കാരത്തിൽ നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം കിട്ടും, സമാധാനം കണ്ടെത്താൻ കഴിയും, വല്ലാത്തൊരു സങ്കടങ്ങളിൽ നിന്നുള്ളൊരു മോചനം കിട്ടും. നിസ്കരിക്കാൻ നിൽക്കുക എന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇത് എത്രമാത്രം ശരീരത്തിന് ആവശ്യമാണോ അതുപോലെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന് വേണ്ടതാണ് സഹോദരങ്ങളെ ഇബാദത്ത് കൊണ്ടുള്ള സമാധാനം. ഭക്ഷണം പോലെ അത് ശരീരത്തിന് എത്രമാത്രമാണ്, ദാഹം പോലെ ശമനം എത്രമാത്രമാണ്, ഇതുപോലെയാണ് ആരാധനകൾ. ആ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഫഇന്ന ഇബാദത്തുഹും തൗഅൻ വമഹബ്ബതൻ വരിളാ ഫഫീഹാ ഖുർറത്തു ഉയൂനിഹിം വസുറൂറു ഖുലൂബിഹിം വലദത്തു അർവാഹിഹിം. റൂഹിന് വല്ലാത്തൊരു ആസ്വാദനമാണ്, വസുറൂറു ഖുലൂബിഹിം, ഹൃദയത്തിന് വല്ലാത്തൊരു സന്തോഷമാണ്, കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണ് നമസ്കാരം എന്ന് പറയുന്നത് സഹോദരങ്ങളെ. അപ്പം നമസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസവും സമാധാനം കണ്ടെത്താൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചു, ഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞു. ഗ്രഹണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഒരു അപകടകരമായൊരു അവസ്ഥയാണ്. സലാത്തുൽ ഇസ്തിഖാറ, ഒരു ആശങ്ക, ഒരു കാര്യത്തിൽ ആശങ്ക വരികയാണ്, വേണോ വേണ്ടേ, അടുപ്പിക്കണോ അടുപ്പിക്കണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ, ഒരു ബിസിനസ് ഒരാൾ വിളിക്കുന്നുണ്ട്, പൈസ കൊടുക്കണോ കൊടുക്കണ്ടേ, ഒരു സംരംഭമുണ്ട്, വേണോ വേണ്ടേ, മകൾക്കൊരു കല്യാണാലോചന വന്നു, വേണോ വേണ്ടേ, ഒരു ആശങ്ക വന്നു, എന്താ ചെയ്യേണ്ടത്? നിസ്കരിക്കണം. സലാത്തുൽ ഇസ്തിഖാറ 2 റക്അത്ത് നിസ്കരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് സഹോദരങ്ങളെ.
ഇങ്ങനെ ആശങ്കകളിലൊക്കെ നമുക്ക് ആശ്വാസമായി നമസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതിനാദ്യം സന്തോഷം തോന്നുമ്പോൾ നിസ്കരിക്കണം. വെറും സങ്കടം ദുഃഖം വരുമ്പോൾ മാത്രമല്ല, സന്തോഷം വരുമ്പോൾ നിസ്കരിക്കണം. ആ നിസ്കാരം സങ്കടങ്ങൾക്ക് പരിഹാരമായിട്ട് മാറും. ഇദാ അതാഹു അംറുഹു യസുറു ബിഹി ഖറ സാജിദൻ ശുക്റൻ ലില്ലാഹി തബാറക വ തആല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം വന്നാൽ, അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു കാര്യം നബി ആരെങ്കിലും അറിയിച്ചാൽ നബി വേഗം ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കും. നമുക്ക് ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടോ? സങ്കടങ്ങളിൽ മാത്രമല്ല, സന്തോഷത്തിലും. ഒരു സന്തോഷ വാർത്ത നമ്മളെ ഒരാൾ വന്ന് അറിയിച്ചാൽ, നമ്മളെ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ നമ്മുടെ മകൾ പ്രസവിച്ചു, ഒരു ഫോൺ വിളി വന്നു, അല്ലെങ്കിൽ ഒരു മകന് ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു രോഗത്തിൽ നിന്ന് വല്ലാത്തൊരു ആശ്വാസം സമാധാനം കിട്ടി, ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വേഗം ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. സഹോദരങ്ങളെ, വരാനിരിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് മോചനം കിട്ടും. ഒരു അപകട വാർത്ത കേട്ട് ദുഃഖിക്കാൻ, സങ്കടപ്പെടാൻ, കണ്ണീര് പൊഴിക്കാൻ, പ്രിയപ്പെട്ട മകൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് വരുന്നതിൻ്റെ സങ്കടം, അതിൽ നിന്നൊരു കാവല് കിട്ടും. എന്തെന്നറിയോ? ആ മകനൊരു ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നോ? സുബ്ഹാനല്ലാഹ്. ആ മകന് ജോലി കിട്ടിയപ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചോ? ആ മകൾക്ക് നല്ലൊരു കല്യാണം വന്ന് ശരിയായപ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചോ? എങ്കിൽ വരാനിരിക്കുന്നൊരു ദുഃഖവാർത്തയെ, സങ്കടത്തെ ഈ നിസ്കാരം തടയും. ആ സുജൂദ് മറന്നുപോയപ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് ആ സങ്കടമാണ് സഹോദരങ്ങളെ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ട്, ക്ഷമ കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കുക. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ വിഷമങ്ങൾ വരുമ്പോൾ, ശത്രുക്കൾ വധിക്കാൻ വരുമ്പോൾ അവർ പെട്ടെന്ന് നിസ്കരിക്കാതെ, ഖുബൈർ റളിയല്ലാഹുവിൻ്റെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? കൊല്ലപ്പെടാൻ പോവുകയാണ്, മരണം മുന്നിൽ കാണുകയാണ്. എത്രമാത്രം സങ്കടം ഉണ്ടാകും. സ്വന്തം മക്കളെ, കുടുംബത്തൊക്കെ വിട്ട് പോവാണ്, കൊല്ലാൻ പോവാണ്, ശത്രുക്കൾ പിടിച്ചു കൊല്ലും. അവസാനമായി എന്ത് വേണം? ആ സങ്കടങ്ങളിൽ നിന്ന്, പിരിഞ്ഞു പോകുന്നതിൻ്റെ വേദനകളിൽ നിന്ന് ആശ്വാസം കിട്ടാൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ജീവിതത്തിൽ എന്നെങ്കിലും എത്ര സങ്കടങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, എത്ര വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരു തവണയെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? കൊല്ലപ്പെടുമെന്ന്, വധിക്കപ്പെടുന്നതിന് മുമ്പ് എന്താണ് അവസാനത്തെ ആഗ്രഹം? 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ആശ്വാസമുണ്ടതിൽ, അത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, ഒരു രഹസ്യ സംഭാഷണമാണ്. എത്രമാത്രം എന്നറിയോ? ഇദാ ഖാമ ഇന്ന അഹദകും ഇദാ ഖാമ ഫി സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹു ഔ ഇന്ന റബ്ബഹു ബൈനഹു വബൈനൽ ഖിബ്ല. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖിബ്ലക്കും നിനക്കും ഇടയിൽ അള്ളാഹു ഉണ്ട്. അള്ളാഹു ഉണ്ട് നിനക്കും ഖിബ്ലക്കും ഇടയിൽ. അള്ളാഹിൻ്റെ റസൂലാ പറയുന്നത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മുനാജാത്താണ്, രഹസ്യമായ ഒരു സംഭാഷണമാണ് റബ്ബുമായിട്ട്. ഒരു ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹു ഇതിന് മറുപടി പറയും. എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ആർക്കത് അറിയാം? ആർക്കതിൻ്റെ ബോധമുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുടെ സംഭാഷണമാണ്. ആ സംഭാഷണത്തിൻ്റെ മറുപടിയാണ് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാൻ റഹീം. അള്ളാഹ് പറയും അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി വാഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും മജിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങൾ, അള്ളാഹ് പറയുന്ന മറുപടിയുണ്ട് ഹദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലി അബ്ദി മാ അസ്അൽ മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് ഞാനത് അവന് കൊടുക്കും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇത്രയും ആയത്തുകൾ പറയുമ്പോൾ അള്ളാഹ് പറയും ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എനിക്ക് തന്നതാണിത്, ഞാൻ അവന് വേണ്ടത് കൊടുക്കും, ചോദിച്ചത് കൊടുക്കുമെന്നുള്ള പറയും. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വഹിയാണ്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഈ ബോധത്തോടു കൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഓരോ കാൽപാദങ്ങളും നമുക്ക് വല്ലാത്ത ആശ്വാസങ്ങൾ നൽകണം. അത് നൽകുന്നുണ്ട്. നിസ്കാരം അള്ളാഹിൻ്റെ പ്രത്യേകമായ കാവലാണ്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫി ദിമ്മത്തില്ലാഹ്. സുബഹി നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചു, അള്ളാഹ് പറയാം ഫി ദിമ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിൻ്റെ കാവലിലാണ് അവനുള്ളത്.
അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റെന്ത് സഹായമാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്? സങ്കടങ്ങളിൽ ഒരു വലിയ സങ്കടം ഉപജീവന മാർഗ്ഗം. ഒരു വലിയ സങ്കടത്തിൻ്റെ കാരണം ഉപജീവന മാർഗം പലർക്കും വലിയ സങ്കടമാണ്. എന്നാൽ കേട്ടോളൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 132 ആയത്ത്, വ ഉമുർ അഹ്ലക ബിസ്സലാഹ്, കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്, സാമ്പത്തികമായ ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെരിയിൽ കുട്ടികൾ കരണ്ട് ധാരാളമായി ഉപയോഗിക്കുകയാണ്, ധൂർത്താണ്, മോട്ടർ വെള്ളം ഇങ്ങനെ നിറഞ്ഞു പോവുകയാണ്. മാപ്പാൻ്റെ അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വില മക്കൾക്കറിയില്ല. മക്കൾക്കെന്നും പുതിയത് വേണം, എന്നും പരാതിയാണ്. നല്ല ഭക്ഷണങ്ങൾ വേണം, മുന്തിയ തരം ഭക്ഷണം വേണം. ചെറിയ കുറഞ്ഞ ഭക്ഷണമൊന്നും പോരാ. വാപ്പാൻ്റെ വരുമാനം അറിയാത്ത മക്കൾ, ഭാര്യ, കുടുംബം, എന്നും പ്രശ്നങ്ങളാണ്. എന്നും ഈ മനുഷ്യന് മനസ്സ് നിറയെ സങ്കടമാണ്. അള്ളാഹ് പറയാ, കുടുംബത്തോട് കൽപ്പിക്കണം. എന്താ കൽപ്പിക്കേണ്ടത്? ഈ കരണ്ട് ഓഫാക്കണമെന്ന് പറയാനോ മോട്ടോർ ഓഫാക്കണം, ധൂർത്ത് ചെലവ് കുറക്കണം എന്ന് പറയാൻ, അത് പറയണമെന്നല്ല അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് പറയാണ്, വ ഉമുർ അഹ്ലക ബിസ്സലാ, കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നേ. വ ഉമുർ അഹ്ലക, നിന്റെ കുടുംബത്തോട്, വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയുന്നേ. നിന്റെ സങ്കടത്തിന് പരിഹാരം കിട്ടും. നിസ്കാരം തുടങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. വ ഉമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ, എന്നിട്ട് ക്ഷമയിൽ നീ ഉറച്ചു നിൽക്ക്. ഒരു വട്ടം പറഞ്ഞാൽ പറ്റൂല, 2 വട്ടമല്ല 3 വട്ടം, പലതവണ പറയേണ്ടി വരും, എല്ലാ ദിവസവും പറയേണ്ടി വരും. ഇനി ഞാൻ പറയില്ല എന്നൊന്നും പറയരുത്. വസ്തബിർ അലൈഹ, നിസ്കരിക്കാൻ കുടുംബത്തോട് പറയുന്ന കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കണം, നല്ലോണം ക്ഷമ പാലിക്കണം, ക്ഷമയോടെ കൽപ്പിക്കണം. അടുത്ത വാക്യം എന്താ അറിയോ? ലാ നസ്അലുക റിസ്ഖാ, ഞാൻ നിന്നോട് റിസ്ക് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നിനക്ക് റിസ്ക് നൽകുന്നത്, ഉപജീവനം നൽകുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വ, പര്യവസാനം മുത്തഖീങ്ങൾക്കാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഅനി ഇദാ ഖംത സ്വലാത്ത, നീ നിസ്കാരം നിലനിർത്തിയാൽ അതാക റിസ്ഖ മിൻ ഹൈതു ലാ തഖ്തസിബ്, നീ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ നിന്ന് റിസ്ക് നിന്നെ തേടി വരും. സഹോദരങ്ങളെ, സങ്കടത്തിന്, ദുഃഖങ്ങൾക്കുള്ള പരിഹാരമാണ് ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നത്. ആ നിസ്കാരം എങ്ങനെയായിരിക്കണം? ഖുശൂഉള്ളതായിരിക്കണം. നിസ്കരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും, പക്ഷെ ആത്മാവ് ഉൾക്കൊണ്ടുകൂടെ നിസ്കാരം സാധിക്കോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആരാ വിജയിച്ചവൻ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂഓടുകൂടി നിസ്കരിക്കണം. ഖുശൂ ഇല്ലാത്ത നിസ്കാരമാണ് പലർക്കും. നമ്മൾ ശ്രദ്ധിക്കാം, മനസ്സറിഞ്ഞ് പറയുന്നത് എന്താണെന്നറിഞ്ഞ് റബ്ബിൻ്റെ മുന്നിൽ മുനാജാത്താണ് എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കുക. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമാവും. എന്നിട്ടും നമുക്ക്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഖുർആനായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, എന്നിട്ട് എനിക്ക് എൻ്റെ സങ്കടങ്ങൾക്കൊന്നും ഒരു പരിഹാരവും കിട്ടിയിട്ടില്ല എന്നതാണ് നമ്മുടെ മറുപടിയെങ്കിൽ, ആ മരുന്ന് കഴിക്കേണ്ട വിധം, അതിൻ്റെ പഥ്യം അറിഞ്ഞ് കഴിക്കണമല്ലോ. അതിനെ പഥ്യം, മരുന്നിന് അതുണ്ടാവുമല്ലോ. അതില്ലെങ്കിൽ പിന്നെ മരുന്ന് കുറേ കുടിച്ച് വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതന്നെയാണ് ഇവിടെയും പ്രശ്നം. അതുകൊണ്ട് നിസ്കാരം ഖുശൂഓടുകൂടി, കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ നമ്മളെ നിസ്കാരത്തിൻ്റെ ഖുശൂവിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ പേടിയാണ്. നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പേടി, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പേടി, നിസ്കരിച്ച് നരകം കിട്ടുമെന്നാണ്. അതാർക്കാ? ഖുശൂ ഇല്ലാത്തവർക്കാ. എങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ ഖുശൂവിൽ തന്നെ നമുക്ക് പേടിയുണ്ടെങ്കിൽ വേറെ ഉള്ളവൻ്റെ നിസ്കാരം നമ്മൾ കാരണം ഖുശൂ പോവുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ നിസ്കാരിക്കാൻ വേണ്ടി വരുമ്പം ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അത് കേവലം ഏതെങ്കിലും ഒരു വ്യായാമ കൂട്ടായ്മയുടെ ഒരു ഡ്രസ്സിനെ പറ്റി അങ്ങനെ പറഞ്ഞതല്ല. മറിച്ച് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പള്ളിയിൽ വരുമ്പം പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അത് വേറെ ഏതെങ്കിലും ഒരു ബേക്കിൽ നിൽക്കുന്നവൻ്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന, ഖുശൂ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, അത് ചിത്രങ്ങൾ, ഫോട്ടോകൾ, എഴുത്തുകൾ, അക്കങ്ങൾ, ഇതൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളവൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി പോകും. നിസ്കാരത്തിൽ ഒരാൾ മുന്നിൽ കൂടെ നടന്നാൽ എന്താ അതിൻ്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് നിസ്കരിക്കണം മുന്നിൽ കൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്? ആ നിസ്കരിക്കുന്നവനെ മുന്നിൽ കൂടെ പോയാൽ അവൻ തടഞ്ഞിട്ട് അവൻ മരിക്കുകയാണെങ്കിൽ പോലും ഉത്തരവാദിയല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത്രയും ശക്തിയിലാണ് പറഞ്ഞത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പള്ളിയിൽ വന്നിട്ട് നടുവിലാണ് നിന്ന് നിസ്കരിക്കരുത്, ഒരു മറ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാ? പള്ളിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് നടുവിൽ നിൽക്കലല്ല, ഒരു സുജൂദിൻ്റെ സ്ഥാനത്തിന് മറ വെക്കണം. എന്തിനാ റസൂൽ പഠിപ്പിച്ചത്? ഒരു കസാര വെച്ചിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ മുന്നിലേക്ക് വരിക, ഒരു തൂണിൻ്റെ മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ മതിലിൻ്റെ ഒരു മറ സ്വീകരിക്കണം എന്ന് റസൂൽ പഠിപ്പിച്ചത്. എന്തിനാ? നമ്മളെ നോട്ടം, നമ്മളെ കാഴ്ച, അതിൽ പലതും വന്നാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും, ഖുശൂ നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ
നമസ്കാരവും ഖുർആനും മനസ്സിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% അത് സത്യമാണ്. അത് അനുഭവത്തിലൂടെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.